എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ അവസാനം കേരളക്കര ഒന്നാകെ ചോദിച്ച ആ ചോദ്യത്തിനുള്ള മറുപടി ലഭിച്ചിരിക്കുന്നു. വീണ വിജയൻ എന്തൊക്കെ സേവനങ്ങളാണ് എക്സാലോജിക് എന്ന കമ്പനിയിൽ കൂടി CMRL എന്ന സ്ഥാപനത്തിന് നൽകിയിരുന്നത് എന്നുള്ള ചോദ്യം. നമ്മുടെ നാട്ടിലെ CPMൻ്റെ പല വക്താക്കളും വീണയെ ന്യായീകരിക്കുന്നതിന് വേണ്ടി ചാനൽ ചർച്ചകളിലൊക്കെ വന്ന് പറഞ്ഞിരുന്ന പല ന്യായവാദങ്ങൾ നമ്മൾ കേട്ടതാണ്. CPMൻ്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായി പ്രധാനപ്പെട്ട നേതാക്കൾ ഇതിനുത്തരം നൽകാൻ പ്രയാസപ്പെടുന്നത് നമ്മൾ കണ്ടതാണ്. ഒരു തരത്തിലുള്ള മറുപടിയും ഇത് സംബന്ധിച്ച് നിയമസഭയിൽ കൃത്യമായി നൽകാനായിട്ട് ഇവിടെ ആർക്കും തന്നെ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാർ, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ, മാധ്യമ സ്ഥാപനങ്ങളൊക്കെ നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യമാണ്: എന്തൊക്കെ സേവനങ്ങളാണ് സ്വന്തം നിലയ്ക്കും എക്സാലോജിക് എന്ന കമ്പനി വഴിയും വീണ ടി അഥവാ വീണ തൈക്കണ്ടിയിൽ അഥവാ വീണ വിജയൻ CMRL എന്ന സ്ഥാപനത്തിന് നൽകിയത് എന്ന്. ഇപ്പോൾ SFIOയുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി അതിനുള്ള ഉത്തരം കിട്ടിയിരിക്കുന്നു. പക്ഷേ ആ ഉത്തരം കൺവിൻസിംഗ് ആണോ, തൃപ്തികരമാണോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. എന്തൊക്കെയാണ് സേവനങ്ങളായിട്ട് വീണ പറയുന്നത്, അത് ലോജിക്കലാണോ എന്നുള്ളതിനെക്കുറിച്ച് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ. നോക്കാം. ഈ റിപ്പോർട്ടിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. വീണ ഏതെങ്കിലും തരത്തിലുള്ള സേവനം CMRന് നൽകിയതായിട്ട് CMRലെ IT വിഭാഗത്തിൻ്റെ ഹെഡിന് ഒരറിവുമില്ല എന്നുള്ളത് ഈ റിപ്പോർട്ടിൽ പ്രത്യേകം പറയുന്നുണ്ട്. അതുകൂടാതെ വീണയുടെ സ്ഥാപനത്തിലുണ്ടായിരുന്ന ഡെവലപ്പേഴ്സായിരുന്ന ജീവനക്കാർ അവരോട് ചോദിക്കുന്ന സമയത്ത് ആ സ്ഥാപനത്തിലുണ്ടായിരുന്ന കാലയളവിൽ അവരാരും തന്നെ ഇങ്ങനെ CMRലിന് വേണ്ടി ഏതെങ്കിലും ഒരു ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ ആ ഒരു കമ്പനിയെക്കുറിച്ച്, അതൊരു ക്ലയൻ്റ് ആയിരുന്നു എന്നതിനെക്കുറിച്ച് അവരാരും അറിഞ്ഞിട്ട് പോലുമില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വസ്തുത. ഇവിടെ വീണയുടെ മൊഴിയിൽ തന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തൊക്കെ സേവനങ്ങളാണ് നൽകിയത് എന്നതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള ഇമെയിൽ കറസ്പോണ്ടൻസും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിലുള്ള മീറ്റിങ്ങുകൾ നടന്നിരുന്നുവെങ്കിൽ ചിലതൊക്കെ ഓൺലൈൻ മീറ്റിങ്ങും ബഹുഭൂരിപക്ഷവും നേരിട്ടുള്ള മീറ്റിങ്ങുമായിരുന്നു എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓൺലൈനായിട്ട് ഒരു കാര്യങ്ങളും ഷെയർ ചെയ്യാനായിട്ട് സാധ്യമല്ല. ഇമെയിൽ കറസ്പോണ്ടൻസ് ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും തരത്തിലുള്ള ഇമെയിൽ കറസ്പോണ്ടൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ 90-ലധികം കറസ്പോണ്ടൻസ് ഉണ്ട്. അതെല്ലാം തന്നെ ഈ ഇൻവോയ്സ് റൈസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, അതായത് പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇമെയിലുകൾ മാത്രമാണുള്ളത്. അതല്ലാതെ അവർക്ക് അവരെ ഏൽപ്പിച്ചിരുന്ന ജോലിയുമായി ബന്ധപ്പെട്ട്, കൺസൾട്ടൻസിയുമായി ബന്ധപ്പെട്ട്, അതേപോലെ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള ഇമെയിൽ കറസ്പോണ്ടൻസും എക്സാലോജിക്കും CMRലും തമ്മിലോ വീണയും CMRലും തമ്മിലോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ഗ്ലെയറിംഗ് ആയിട്ടുള്ള ഒരു കാര്യം. രണ്ടാമത്, കൺസൾട്ടൻ്റ് എന്ന നിലയിൽ ഇൻഡിവിജ്വലായിട്ട് വീണ CMRന് നൽകിയിരുന്ന സേവനങ്ങളെക്കുറിച്ചാണ്. നമുക്കറിയാം, 5 ലക്ഷം രൂപ പ്രതിമാസം വീണയ്ക്ക് വ്യക്തിപരമായിട്ടും 3 ലക്ഷം രൂപ എക്സാലോജിക്കിനുമാണ് CMRൽ പേ ചെയ്തിരുന്നത്. അങ്ങനെ ഒരു മാസം 8 ലക്ഷം രൂപയാണ് CMRൽ വീണയ്ക്ക് നൽകിയിരുന്നത്. അതിന് ആനുപാതികമായിട്ടുള്ള എന്ത് സേവനമാണ് CMRലിന് വേണ്ടി ഈ എക്സാലോജിക് കമ്പനിയും വീണ സ്വന്തം നിലയ്ക്കും നൽകിയത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇവിടെ SFIO അന്വേഷിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, കൺസൾട്ടൻ്റ് എന്ന നിലയ്ക്ക് 2 മേഖലകളിലാണ് വീണ CMRലിന് ഉപദേശം നൽകിയിരുന്നത്. അതിലൊന്ന് IT കൺസൾട്ടൻ്റ് എന്ന നിലയ്ക്കും രണ്ടാമത്തേത് മാർക്കറ്റിംഗ് കൺസൾട്ടൻ്റ് എന്ന നിലയ്ക്കുമാണ്. ഇതിൽ എന്തൊക്കെ തരത്തിലുള്ള കൺസൾട്ടൻസി സർവീസസ് ആണ് അവർ കൊടുത്തിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് CMRലിൻ്റെ സോഫ്റ്റ്വെയർ എല്ലാം അവരുടെ സിസ്റ്റത്തിൽ വെക്കണം, സെർവറുകളൊക്കെ തന്നെ റെഗുലറായിട്ട് അപ്ഡേറ്റ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളാണ്. ഇതൊക്കെ തന്നെ ഒരു എക്സ്റ്റേണൽ കൺസൾട്ടൻ്റ് ഇല്ല എങ്കിലും ഒരു IT ഡിപ്പാർട്ട്മെൻറ്റുള്ള ഏതൊരു കമ്പനിക്കും അറിയേണ്ടുന്ന കാര്യങ്ങളാണ്. പ്രാഥമികമായിട്ടുള്ള ചില ഉപദേശങ്ങൾ നൽകുന്നതിന് വേണ്ടി മാത്രം മാസം തോറും 5 ലക്ഷം രൂപ നൽകി ഒരാളിനെ കൺസൾട്ടൻ്റായിട്ട് നിയമിക്കേണ്ടതുണ്ടോ എന്നുള്ളത് തന്നെ ലോജിക്കലായിട്ടുള്ള ഉത്തരമില്ലാത്ത ഒരു ചോദ്യമാണ്. ഇനി വീണയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് തന്നെ ഈ CMRലിൻ്റെ എല്ലാവിധ ഓപ്പറേഷൻസും സ്ട്രീംലൈൻ ചെയ്യുന്നതിന് വേണ്ടി അവർ ഒരു ERP സിസ്റ്റം വാങ്ങണം എന്നതിനെക്കുറിച്ചാണ്. CMRലിൻ്റെ HR കാര്യങ്ങൾ, പേറോൾ കാര്യങ്ങൾ, ഇൻവെൻ്ററി മാനേജ്മെൻറ്റ്, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, ഫൈനാൻസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം സ്ട്രീംലൈൻ ചെയ്യുന്നതിന് വേണ്ടി ഒരു ERP സോഫ്റ്റ്വെയർ കസ്റ്റം ബിൽഡായിട്ട് ചെയ്യാനാണ് അവർ ആലോചിച്ചത്. അതിൻ്റെ ഭാഗമായി 2 വർഷം നീണ്ടുനിന്ന ഒരു സമയത്താണ് ഇതിൻ്റെ ഡിസൈൻസ് ഒക്കെ തന്നെ വീണ ഈ കമ്പനിയെ കാണിക്കുന്നത് എന്നുള്ളതാണ് അവർ പറയുന്നത്. അതിൻ്റെ ഡിസൈൻ തീരുമാനിക്കുന്നതിന് വേണ്ടി, അതിൻ്റെ മോഡ്യൂൾസ് എന്തൊക്കെയാണ് എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടി 2 വർഷം കിട്ടിയിട്ടും അത് പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഇതിൽ തന്നെ വീണ പറയുന്നത് ഈ CMRL എന്ന കമ്പനി ഈ ഒരു എൻഗേജ്മെൻറ്റ് വീണയ്ക്ക് കൊടുക്കുമ്പോൾ പോലും അവർക്ക് ഈ ഒരു ERP സിസ്റ്റം അവിടെ കൊണ്ടുവരുന്നതിനോ അത് ബിൽഡ് ചെയ്യുന്നതിനോ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനോ യാതൊരു വിധത്തിലുള്ള ധൃതിയും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, 8 ലക്ഷം രൂപ വീതം എല്ലാ മാസവും ഇവർക്ക് കൊടുക്കുകയാണ്. എന്നിട്ടും അവർക്ക് പെട്ടെന്ന് ഇങ്ങനെയൊരു സോഫ്റ്റ്വെയർ വേണം എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു തരത്തിലുള്ള നിർബന്ധവുമില്ല. ഈ ഡിസൈനുകളിലും മോഡ്യൂളുകളുടെ കാര്യങ്ങളിലും ഒന്നും തന്നെ തൃപ്തിയില്ലാതെ അതെല്ലാം തന്നെ ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നതിന് വേണ്ടി CMRL റിക്വസ്റ്റ് ചെയ്തിരുന്നു എന്നാണ് അവർ പറയുന്നത്. എന്നാൽ ഇങ്ങനെയുള്ള മീറ്റിങ്ങുകൾക്കോ
ഇങ്ങനെയുള്ള ഡിസൈൻസ് അവിടെ സമർപ്പിക്കപ്പെട്ടതിനോ ഈ മോഡ്യൂൾസിൻ്റെ ഡിസൈനൊക്കെ തന്നെ മാറ്റാൻ വേണ്ടിയിട്ട് CMRL ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നതിനോ ഒരു തരത്തിലുള്ള ഡിജിറ്റൽ എവിഡൻസും ഇല്ല. ഇതെല്ലാം തന്നെ നേരിട്ടുള്ള മീറ്റിങ്ങുകളിലാണ് ഡിസ്കസ് ചെയ്തിരുന്നത് എന്നാണ് അവർ പറയുന്നത്. എന്നാൽ അങ്ങനെ ആയിരുന്നുവെങ്കിൽ അതിന് തെളിവായിട്ട് അവർക്ക് കൊടുക്കാനായിട്ട് കുറേയധികം കാര്യങ്ങൾ അവിടെ ഉണ്ടാകേണ്ടതായിരുന്നു. ഇമെയിൽ കറസ്പോണ്ടൻസ് അല്ല എങ്കിൽ പോലും അവർ ഡെമോയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഉപയോഗിക്കുന്നതും അവരുടെ തന്നെ കമ്പനിയുടെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ബിൽഡ് ചെയ്യുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവർക്ക് തെളിവുകൾ സമർപ്പിക്കാമായിരുന്നു. അത്തരത്തിലുള്ള ഒരു ഡിജിറ്റൽ എവിഡൻസും അവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ പിന്നെ ഈ ഡിസൈൻസ് ഒക്കെ തന്നെ ഇവർ പേപ്പറിൽ എഴുതി, കോഡൊക്കെ തന്നെ പേപ്പറിൽ എഴുതിയാണോ കൊണ്ടുവന്ന് ഈ മീറ്റിങ്ങിൽ കാണിച്ചിരുന്നത് എന്നുള്ളൊരു ചോദ്യം പോലും അവിടെ ബാക്കിയാണ്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള മീറ്റിംഗ്സും അവിടെ റെക്കോർഡ്സോട് കൂടിയിട്ട് ഉണ്ടായിരുന്നില്ല. എല്ലാ മീറ്റിങ്ങുകളും പേഴ്സണൽ ആയിരുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇനി പേഴ്സണലായിട്ടാണ് മീറ്റിംഗ് നടക്കുന്നത് എങ്കിൽ പോലും ഒരു മീറ്റിങ്ങിൽ എടുക്കുന്ന തീരുമാനവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഒരു വെൻഡറും ഒരു കമ്പനിയും ചേർന്നിട്ട് ഒരു തീരുമാനമെടുക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് ഒരു മീറ്റിംഗ് മിനിറ്റ്സ് എന്തായാലും തയ്യാറാക്കും. അത് കൃത്യമായിട്ട് സർക്കുലേറ്റ് ചെയ്യപ്പെടും. അതിൽ ഓരോരുത്തരും ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് രേഖപ്പെടുത്തും. അത് ഏത് സമയത്താണ് പൂർത്തീകരിക്കുക എന്നതും അതിൻ്റെ തുടർ നടപടികൾ എന്തൊക്കെയാണ്, അതിൻ്റെ റിവ്യൂ എന്താണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചെല്ലാം തന്നെ ഈ രണ്ട് കമ്പനികളും തമ്മിൽ ഒരു എഗ്രിമെൻറ്റിൽ എത്തുന്നതുമാണ്. എന്നാൽ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള മീറ്റിംഗ് നടന്നതുമായി ബന്ധപ്പെട്ട് ഒരു മീറ്റിംഗ് മിനിറ്റ്സ് പോലും ഒരു ഡിജിറ്റൽ എവിഡൻസ് ആയിട്ട് കാണിക്കാനായിട്ട് വീണയുടെ പക്കലില്ല എന്നുള്ളതാണ് പ്രധാനം. ചില മീറ്റിങ്ങുകളൊക്കെ തന്നെ ഓൺലൈൻ ആണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെയും എന്തെങ്കിലും തരത്തിലുള്ള എവിഡൻസ് ഹാജരാക്കിയതായിട്ട് ഇതിലെങ്ങും തന്നെ പറയുന്നില്ല. എന്തെങ്കിലും തരത്തിലുള്ള ഡോക്യുമെൻ്ററി എവിഡൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് വീണ തന്നെ പറയുന്നതായിട്ട് SFIO അവരുടെ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തുന്നത് ഐ ഡു നോട്ട് ഹാവ് എനി ഡോക്യുമെൻ്ററി എവിഡൻസ് എന്നാണ്. അതേപോലെ തന്നെ ഇതിലേറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, വീണ ഇങ്ങനെ IT കൺസൾട്ടൻസി, മാർക്കറ്റിംഗ് കൺസൾട്ടൻസി അതിലൊക്കെ ഒരു എക്സ്പേർട്ട് ആയിരുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും സമാനമായിട്ടുള്ള മറ്റ് എൻഗേജ്മെൻറ്റുകളിലും ഈ കമ്പനിയും വീണയും ഒക്കെ തന്നെ ഏർപ്പെടുമായിരുന്നു. എന്നാൽ മറ്റേതെങ്കിലും സ്ഥാപനങ്ങൾക്ക് IT കൺസൾട്ടൻസിയോ മാർക്കറ്റിംഗ് സർവീസസോ വീണയോ എക്സാലോജിക്കോ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവരുടെ മറുപടി നൺ അപ്പാർട്ട് ഫ്രം CMRL എന്നാണ്. അതായത് CMRLനൊഴികെ മറ്റൊരു കമ്പനിക്കും ഇത്തരത്തിലുള്ള IT കൺസൾട്ടൻസി സേവനങ്ങളോ മാർക്കറ്റിംഗ് സേവനങ്ങളോ നൽകിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, CMRL എന്നത് പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. KSADCക്ക് 13% മുകളിൽ സ്റ്റേക്കുള്ള ഒരു സ്ഥാപനമാണ്. അവരുടെ ഫൈനാൻഷ്യൽ ബേസ് സ്ട്രോങ് ആണ്. അങ്ങനെയുള്ള ഒരു കമ്പനിക്ക് ഏറ്റവും മികച്ച IT കൺസൾട്ടൻസി ലഭിക്കുന്ന, ഏറ്റവും മികച്ച മാർക്കറ്റിംഗ് സേവനങ്ങൾ നൽകാവുന്ന ഒരു സ്ഥാപനവുമായി ഇത്തരത്തിലുള്ള ഒരു കരാറിൽ ഏർപ്പെടാവുന്നതാണ്. അവിടെ യാതൊരു വിധത്തിലുള്ള മുൻപരിചയവും ഈ മേഖലകളിലില്ലാത്ത, എഡ്യൂക്കേഷൻ സെക്ടറിൽ സ്കൂളുകൾക്കും കോളേജുകൾക്കും വേണ്ടി മാത്രം സേവനം നടത്തുന്ന ഒരു കമ്പനിയെ അവർ സമീപിക്കുകയും മറ്റ് ഒരു തരത്തിലുള്ള IT കൺസൾട്ടൻസി, മാർക്കറ്റിംഗ് കൺസൾട്ടൻസി ട്രാക്ക് റെക്കോർഡും ഇല്ലാത്ത ഒരു കമ്പനിയെ ഇത്ര ഭാരിച്ച തുക പ്രതിമാസം ഒരു സേവനവും നൽകാതെ കൊടുത്തുകൊണ്ട് CMRL അവരെ കരാറിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് തന്നെ സംശയാസ്പദമാണ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഡിജിറ്റൽ എവിഡൻസ് ഒന്നും തന്നെ ഉണ്ടാകാത്തത് എന്ന് ചോദിക്കുമ്പോൾ വീണ കൊടുക്കുന്ന മറുപടിയും വളരെ വിചിത്രമായിട്ടുള്ള ഒന്നാണ്. ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനുകളെല്ലാം തന്നെ ക്ലയൻറ്റിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് തങ്ങൾ ചെയ്യുന്നത് എന്നാണ് അവർ പറയുന്നത്. CMRLന് നേരിട്ടുള്ള മീറ്റിങ്ങുകൾ, പേഴ്സണൽ ഇൻട്രാക്ഷൻസ് അതൊക്കെ തന്നെയാണ് അവർ ഇമെയിൽ കറസ്പോണ്ടൻസിനേക്കാൾ കൂടുതൽ പ്രിഫർ ചെയ്തിരുന്നത് എന്നും അതിലായിരുന്നു അവർ കംഫർട്ടബിൾ എന്നുമൊക്കെയാണ് വീണ പറയുന്നത്. ഏത് സ്ഥാപനത്തിനാണ് അങ്ങനെ പേഴ്സണൽ കാര്യങ്ങൾ മതി, നമുക്കൊന്നും ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഡിജിറ്റൽ എവിഡൻസ് വേണ്ട എന്ന് തീരുമാനിച്ച് ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ള ഡിസിഷനുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്ന് എനിക്കറിയാൻ വയ്യ. എന്തായാലും CMRL അങ്ങനെയായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ CMRL തന്നെ IT ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിരുന്നയാളിന് വീണ വിജയനോ എക്സാലോജിക്കോ എന്തെങ്കിലും തരത്തിലുള്ള സേവനങ്ങൾ നൽകിയതായിട്ട് അറിയില്ല. വീണയുടെ സ്ഥാപനത്തിലുള്ള മോഡ്യൂൾ ഡിസൈനൊക്കെ ചെയ്യേണ്ടുന്ന ആൾക്കാരായിട്ടുള്ള ഡെവലപ്പേഴ്സിന് അവർക്കിതിനെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള ധാരണയും ഉണ്ടായിരുന്നില്ല എന്നുള്ളതും ഈ SFIO റിപ്പോർട്ടിൽ കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഇനി ഇത് കൂടാതെ ഇതിനവസാനം ഈ 2 വർഷത്തെ എഫേർട്ടിന് ശേഷം ഈ ഒരു കസ്റ്റം സോഫ്റ്റ്വെയർ ആയിട്ട് ഒരു ERP സോഫ്റ്റ്വെയർ നിർമ്മിക്കാനായിട്ട് എക്സാലോജിക്കോ വീണയോ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നില്ല ഇനി എന്നുള്ള ഒരു തീരുമാനമുണ്ടാകുമ്പോൾ മറ്റൊരു കമ്പനിയെ അത് ഏൽപ്പിക്കാനായിട്ട് അവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ മറ്റൊരു കമ്പനിയെ പിന്നീട് അവർ എൻഗേജ് ചെയ്യുന്നുണ്ട്. അവർ IT സേവനങ്ങൾ നൽകുന്നുണ്ട്. അതിന് ഡിജിറ്റൽ എവിഡൻസസ് ഉണ്ട്. ഈ വീണയ്ക്ക് കൊടുത്തിരിക്കുന്ന, എക്സാലോജിക്കിന് കൊടുത്തിരിക്കുന്ന ഭാരിച്ച തുകയുടെ അടുത്തെങ്ങും വരില്ല അവർക്ക് ഈ CMRL നിന്ന് നൽകിയിരിക്കുന്ന പേയ്മെൻറ്റ്സ്. അതുകൊണ്ട് തന്നെ സേവനങ്ങൾ നൽകിയിരിക്കുന്ന ഒരു കമ്പനിക്ക് ചെറിയ തുക നൽകുകയും ഒരു സേവനവും നൽകാത്ത, ഒരു തരത്തിലുള്ള ഡിജിറ്റൽ എവിഡൻസും കാണിക്കാനില്ലാത്ത ഒരു കമ്പനിക്ക്, ഒരു കൺസൾട്ടൻറ്റിന് പ്രതിമാസം 8 ലക്ഷം രൂപ വീതം ഒരു പബ്ലിക് ലിമിറ്റഡ് സ്ഥാപനത്തിൽ നിന്ന് കൊടുത്തിരുന്നു എന്ന് പറയുന്നത് തന്നെ അനാവശ്യമായിട്ടുള്ള ഒരു ഇടപാടായിരുന്നു. അതൊരു ഫേക്ക് എക്സ്പെൻസ് ആയിരുന്നു എന്നുള്ള SFIOയുടെ ഇപ്പോൾ EDയുടെ കേസ് അതിനെ കൂടുതൽ ബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് വസ്തുത.
ഇനി ഇതിൽ രസകരമായിട്ടുള്ള ഒരു കാര്യം കൂടി പറയേണ്ടതായിട്ടുണ്ട്. വീണ തന്നെ ഇവിടെ പറയുന്നുണ്ട് CMRL എന്തൊക്കെ സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിച്ചിരുന്നത് എന്ന്. അതിലൊന്ന് പവർ ബിൽഡറാണ്, മറ്റൊന്ന് മൈക്രോസോഫ്റ്റ് ഓഫീസാണ്, ഇനിയൊന്ന് ടാലിയാണ്. ഈ മൈക്രോസോഫ്റ്റ് ഓഫീസിൽ തന്നെ വേർഡ്, എക്സൽ, ഔട്ട്ലുക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് അവരുപയോഗിച്ചിരുന്നത് എന്ന് പറയുന്നുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള സോഫ്റ്റ്വെയറിൻ്റെ ഒന്നും അഡീഷണൽ ഡെവലപ്മെൻറ്റിനോ മെയിൻ്റനൻസിനോ ഒന്നും വേണ്ടി നമ്മുടെ നാട്ടിൽ ആരെയും ഈ 8 ലക്ഷം രൂപയൊക്കെ തന്നെ പ്രതിമാസം കൊടുത്തുകൊണ്ട് അങ്ങനെ കൺസൾട്ടൻ്റായിട്ട് എടുക്കേണ്ടുന്ന ഒരാവശ്യവുമില്ല എന്നുള്ളത് അത്യാവശ്യം കമ്പ്യൂട്ടർ പരിചയമുള്ള ഒരാളിന് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അതിനെയും യാതൊരു വിധത്തിലുള്ള ഉളുപ്പുമില്ലാതെ ഈ സോഫ്റ്റ്വെയർ എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കോൺട്രാക്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് എന്ന് വാദിക്കുന്ന പടുവിഡ്ഢികളായിട്ടുള്ള CPMൻ്റെ പല വക്താക്കളെയും നമ്മൾ ചാനൽ ചർച്ചകളിൽ കണ്ടിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ തന്നെ ഞാൻ ഉൾപ്പെട്ട ചാനൽ ചർച്ചകളിലൊക്കെ തന്നെ ഇടതുപക്ഷത്തിനെ ന്യായീകരിക്കാനായിട്ട് വരുന്ന ചില ആൾക്കാർ പറയുന്നത് വീണയുമായി ബന്ധപ്പെട്ട് CMRLുമായി ബന്ധപ്പെട്ട് ചില ഫൈനാൻഷ്യൽ ഇടപാടുകളിൽ തെറ്റുകുറ്റങ്ങളുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടെത്തിയിരുന്നു. അതിന് വേണ്ടുന്ന തരത്തിലുള്ള പിഴ എന്താണെന്ന് വെച്ചാൽ അത് ഈ കമ്പനികളൊക്കെ തന്നെ അടച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ നടപടികളെല്ലാം തന്നെ നിയമപരമായിട്ട് പൂർത്തീകരിച്ചതാണ്. അതുകൊണ്ട് EDക്ക് SFIOയ്ക്ക് ഒന്നും തന്നെ ഇത് അന്വേഷിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. എന്നാൽ അത്തരത്തിലുള്ള ഒരു വാദമേ നിലനിൽക്കുന്നതല്ല. കാരണം ഫേക്ക് എക്സ്പെൻസസുമായി ബന്ധപ്പെട്ട് CMRL അതെല്ലാം തന്നെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ആ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് മുന്നിലാണ്. അതിൽ തന്നെ ഇൻകം ടാക്സ് നിയമത്തിൻ്റെ സെക്ഷൻ 245B അനുസരിച്ച് രൂപീകരിച്ചിരിക്കുന്ന ഇൻകം ടാക്സിൻ്റെ സെറ്റിൽമെൻറ്റ് കമ്മീഷനാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത്. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനവും എടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അധികാരമില്ല. അവർക്ക് ടാക്സ് ഇവേഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഒരു സെറ്റിൽമെൻറ്റിലേക്ക് എത്തുന്നതിന് വേണ്ടി നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി എംപവേർഡ് ആണ് എന്നതിനപ്പുറത്തേക്ക് ആ പണം മറ്റേതെങ്കിലും രീതിയിൽ സൈഫൺ ഓഫ് ചെയ്തിരിക്കുന്നതാണോ, കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന ഒരു മാർഗ്ഗമായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനുള്ള നിയമപരമായിട്ടുള്ള അധികാരമില്ല. അതുകൊണ്ട് തന്നെ പിഴയടച്ചാൽ ആ ഒരു കേസ് അവിടെ തീർന്നേക്കും. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഫൈനാൻഷ്യൽ തട്ടിപ്പ്, കോർപ്പറേറ്റ് തട്ടിപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ SFIO, ED തുടങ്ങിയ സ്ഥാപനങ്ങളാണ് അന്വേഷിക്കേണ്ടത്. എന്തായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. 20 വർഷമായിട്ട് IT മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഈ തരത്തിൽ ചെറിയ ചില ഉപദേശങ്ങൾ മാത്രം നൽകിയാൽ മാസം തോറും ലക്ഷക്കണക്കിന് രൂപ പ്രതിഫലം കിട്ടാനാകുന്ന ഒരു സാഹചര്യം ഈ മേഖലയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാനൊക്കെ എന്നേ പല കമ്പനികൾ തുടങ്ങുമായിരുന്നു എന്നേ പറയാനുള്ളൂ. എന്തായാലും ഇങ്ങനെ ഒരു എൻഗേജ്മെൻറ്റ് നടത്തിയിരിക്കുന്നത് അതുവഴി പബ്ലിക്കിൻ്റെ കൂടി താല്പര്യത്തിലുള്ള ഫണ്ട് സൈഫൺ ഓഫ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ്. ആ ആരോപണത്തിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടി ഈ MS ഓഫീസിനും ടാലിക്കുമൊക്കെയുള്ള മെയിൻ്റനൻസ് വർക്കാണ് അവർ ചെയ്തിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വിഡ്ഢിയാന്മാരായിട്ട് വന്ന് വേഷം കെട്ടുന്ന ഇടതുപക്ഷ വക്താക്കളോടുള്ള അങ്ങേയറ്റത്തെ സഹതാപം മാത്രം പങ്കുവെച്ചുകൊണ്ട് ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നടക്കട്ടെ, അതിന് കോടതികളുടെ ഭാഗത്തു നിന്ന് തീരുമാനമുണ്ടാകട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.